സംസ്ഥാന IT മിഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും അക്ഷയ സന്ദേശയാത്ര ആരംഭിച്ചു. നിലവിലുള്ള സേവനങ്ങൾക്ക് പുറമെ പുതിയ 40 വിവിധതരം സേവനങ്ങൾ കൂടി അക്ഷയ മിഷനിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. റവന്യൂ വകുപ്പിലെ വിവിധ സർട്ടിഫിക്കറ്റുകൾ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, മോട്ടോർ വാഹനം തുടങ്ങിയ വകുപ്പുകളുടെ വിവിധ സേവനങ്ങൾ എന്നിവ അക്ഷയയിലൂടെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അധികൃതർ അറിയിച്ചു. ഈ പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്റ്റ് ഈ വർഷം തന്നെ കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ നടപ്പിലാക്കും. വിവിധ സാമൂഹിക സേവന പെൻഷനുകളും അക്ഷയയിലൂടെ ലഭ്യമാക്കുന്നത് സംബന്ധിച്ചു ശ്രമങ്ങൾ നടന്നുവരുന്നു. അക്ഷയ സെൻ്ററുകളെ സർക്കാരിൻ്റെ അംഗീകൃത ചാനലായി മാറ്റാൻ ഈ സെൻ്ററിലൂടെ ജനങ്ങൾക്ക് പരമാവധി സേവനം ലഭ്യമാക്കാൻ ആവശ്യമായ നിയമങ്ങൾ കൊണ്ടുവരും. സംസ്ഥാനത്ത് നിലവിൽ 2000-ഓളം അക്ഷയ കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. 15,000 തൊഴിൽ അവസരങ്ങൾ ഇതുമൂലം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷയ കേന്ദ്രത്തിൽ 5,000 രൂപ മുതൽ 7,000 രൂപ വരെയാണ് വരുമാനം ലഭിക്കുന്നത്. ഭാവിയിൽ ഇത് 3 ഇരട്ടിയാക്കാനാണ് സാധ്യത. ജനങ്ങൾക്ക് കയ്യെത്തും ദൂരത്ത് മുഴുവൻ ഓൺലൈൻ സേവനങ്ങളും അക്ഷയയിലൂടെ ലഭ്യമാക്കി വരുന്നുണ്ട്. നിത്യജീവിതത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള വൈദ്യുതി, ടെലിഫോൺ ബില്ലുകളും വെള്ളക്കരവും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഓൺലൈനായി സ്വീകരിച്ചു വരുന്നു. പേയ്മെൻറ്റ് സംവിധാനം, വാണിജ്യ നികുതി, വാറ്റ് റിട്ടേണുകൾ ഫയലിംഗ് ചെയ്യുന്നതിനും റെയിൽവേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും ഓൺലൈനായി വിവിധ ജോലികൾക്ക് അപേക്ഷ അയക്കുന്നതിനും അക്ഷയ കേന്ദ്രങ്ങളുടെ സേവനം നിർണായകമാണ്.